നിന്നെ ഞാൻ കണ്ടേ മേഘം പൂക്കൾ പെയ്യുന്നേ ഒന്നാവാ ഞാനെന്നേ നെഞ്ചിൽ തീർത്തോരൻ പ്രണയ പ്രഭ മറ്റേ സന്തൂർ മമ്മിയാണ് സർവം സദാനിൻ സൗരഭ എൻ ജീവൻ സായുജ്യം ദർശന സ്നേഹാമൃതം എന്നിലെ ഗോദർശന. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ യൂട്യൂബിന്റെ മീറ്റപ്പിൽ പോവാണ്. മീറ്റപ്പ് വന്നിരിക്കുന്നത് കൊച്ചിയിലെ താജ് മലബാർ റിസോർട്ടിലാണ്, വില്ലിംഗ്ടൺ ഐലൻഡിലാണ്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. യൂട്യൂബ് ക്രിയേറ്റർ കളക്റ്റീവ് മീറ്റപ്പ് ആണ് കൊച്ചിയിൽ നടക്കുന്നത്. ഞങ്ങൾക്കും ഇൻവിറ്റേഷൻ കിട്ടി. ആദ്യമായാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. എങ്ങനെ ഇരിക്കും, എന്താണ് അവസ്ഥ ഒന്നും അറിയില്ല കേട്ടോ. കായലിനോട് ചേർന്നിട്ടുള്ള ഒരു മനോഹരമായ റിസോർട്ടാണ് ഇവിടെ. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ബോട്ടിംഗ് ഒക്കെ പോകുമ്പോൾ ഈ ഒരു ഭാഗത്തേക്കൂടിയാണ് പോകുന്നത്. നീ പോകും വഴിയിൽ വരം കാത്തു നിന്നു, ഒരു നോക്കു നൽകാതകന്നു നീ. ഓർക്കുന്ന നേരം കനലാണു നെഞ്ച്, മറുവാക്കു ചൊല്ലാത്തതെന്തേ. ഏതൊരാഴത്തിൽ മൂടി വെച്ചാലും അഴകേ, മനസ്സു തേടിയെത്തുന്നു നിന്റെ ഈ പുഞ്ചിരി. അകത്ത് കയറുമ്പോൾ ഈ ഒരു ബാഡ്ജും പാരന്റിന് ഈ ഒരു സീലും നിർബന്ധമായിട്ടും വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർ അകത്തേക്ക് കയറ്റി വിടുകയുള്ളൂ. ഈ ഫംഗ്ഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ശരണ്യ നന്ദകുമാർ, മനീഷ് വിഷ്ണു, സാൻശ്രീ എന്നിവരാണ്. അതുപോലെ തന്നെ ഒരുപാട് സെലിബ്രിറ്റീസും വരുന്നുണ്ട്. ആരൊക്കെയാണ് വരുന്നതെന്നൊന്നും അറിയില്ല. ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. എന്തായാലും ഇങ്ങനെയൊരു മീറ്റപ്പ് പ്രോഗ്രാമിന് ഞങ്ങളെയും കൂടി ഇൻവൈറ്റ് ചെയ്തതിൽ ഈ ഒരു യൂട്യൂബ് ക്രിയേറ്റർ കളക്റ്റീവിന് ഒരുപാട് താങ്ക്സ്. ഒരുപാട് ക്രിയേറ്റേഴ്സിനെ കാണാനും അവരുമായി ഇൻറ്ററാക്ട് ചെയ്യാനും എൻജോയ് ചെയ്യാനും ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാനും പറ്റിയ ഒരു അടിപൊളി ഒരു അവസരം തന്നെയാണിത്. അകത്ത് കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഫുഡ് കഴിക്കാനുള്ള ആക്രാന്തം കാരണം ഞാൻ വീഡിയോസ് ഒന്നും അധികം എടുക്കാൻ നിന്നില്ല കേട്ടോ. എന്നാലും കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കയറിയപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ഗെയിം ലെറ്റർ പസിൽ ഗെയിമാണ്. ഒളിഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ ചാനൽ കണ്ടുപിടിക്കാനായിരുന്നു ഗെയിം. കുറച്ച് തപ്പിപ്പിടിച്ചെങ്കിലും കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു.
ഹായ്. എന്തു പറയുന്നു, എങ്ങനെ പോകുന്നു ചാനലൊക്കെ? ഇത് മറ്റേ സന്തൂർ മമ്മിയാണ്. മോളെന്നല്ല പഠിക്കുന്നത്? അതെ. പഴംപൊരി കഴിച്ചോളെ അല്ലേ? വേറെന്താ മക്കളെ കൊണ്ട് ആരോഗ്യകരമായ ഒന്നും ഫുഡ് കഴിക്കാൻ പറയും. നിങ്ങൾ എന്താ ഇഷ്ടപ്പെട്ട് ഇവരെ കൊണ്ട് കഴിക്കാൻ പറയാം? സൗന്ദര്യം വർദ്ധിക്കാനും അതുപോലെ തന്നെ ശരീരം പുഷ്ടിക്കാനും. മക്കളെ ഒന്ന് പറയും. അത് മറ്റേ സൗന്ദര്യം വർദ്ധിക്കാന് പറയും. ആപ്പിള്, ഓറഞ്ച്, ക്യാരറ്റ്, ബീട്രൂട്ട് നല്ല കഴിക്കുക, പച്ചക്ക് കഴിക്കുക. അപ്പൊ സൗന്ദര്യം എങ്ങനെ വർദ്ധിച്ചു വന്നോളൂ. അപ്പൊ ഉമ്മ പറയുന്ന ഐഡിയകളൊക്കെ പാല് എല്ലാവരും. So Manish, Vishnu and Sensri, the dynamic YouTube creators, the power couple. Ladies and gentlemen, let us welcome them. All of you make some noise. Hey, good morning everyone. എല്ലാവരും ഉഷാറല്ലേ? So ഞാൻ Sensri. ഞാൻ മനീഷ്. എല്ലാവരും ഫ്രണ്ട്സാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ പറയാ, ഇന്ന് ഈ ഒരു ദിവസം ഇവിടെ എല്ലാം കൊത്തിടാൻ പറ്റിയ സന്തോഷം പറയാൻ പോകുന്നുണ്ട്. അപ്പൊ ആരൊക്കെ നോക്കണ്ടേന്നുള്ളതല്ല ആൾക്കാരുള്ളത്. സെക്കൻഡ് ടൈം ഇൻ കൊച്ചി. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ മെയിനായിട്ട് വിചാരിക്കുന്നത് അടിച്ചു പൊളിക്കുക. ശരണ്യ നന്ദകുമാർ, a big round of applause for her with 593 subscribers. Her channel is on fashion, beauty, lifestyle and travel content. നല്ല ഒരു കൈ ഇതൊന്നും പോരണ്ടേ ഈ കഷ്ടപ്പാട്. The vibrant and engaging YouTuber നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്വന്തം ശരണ്യ. Her channel is characterized by a personal and relatable style when she often shares glimpses of her everyday life and the challenges she encountered. I am seriously telling you. എന്നെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാണ്. എന്റെ പേര് ശരണ്യ നന്ദകുമാർ. ഞാൻ ഒരു ഫാഷൻ ലൈഫ് സ്റ്റൈൽ കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. കൊച്ചി തന്നെയാണ് സ്ഥലം. 2018 സ്റ്റാർട്ട് ചെയ്താണ് ഞാൻ ചാനൽ. കുറെ പേരുണ്ടല്ലേ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തത്? ഒത്തിരി പേരുണ്ടോ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പരിപാടി ഇവിടെ നടത്തുന്നത്. നമുക്ക് എല്ലാവരും കൂടി മിങ്കിൾ ചെയ്യാനും അതുപോലെ കൂടെയുള്ള ക്രിയേറ്റേഴ്സിനൊക്കെ മീറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. പഠിക്കട്ടെ നമുക്ക്. നമ്മുടെ ഇന്നത്തെ ഒരു ആക്ടിവിറ്റി ആണ്. ഒന്ന് ഇങ്ങനെയാണ് പിടിക്കുന്ന ആൾക്ക് ഓപ്പർച്യൂണിറ്റീസിന്റെ സംസാരിക്കാനായിട്ട് എല്ലാവർക്കും സംസാരിക്കാൻ നമ്മുടെ ഇഷ്ടമാണ്. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടണം. കുറെ പേർക്കൊന്നും അറിയാൻ പറ്റില്ല ഇത് എന്തിനാണ്. അതുപോലെ തന്നെ കുറെ പേർ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ ഒന്ന് പരിചയപ്പെടാനുള്ള ഒരു അവസരമാണ്. ഇതാണ് കുഷ്യന്റെ മൈക്രോഫോൺ ആയിട്ടുള്ള ഐറ്റം. ഇത് ഈ ടീമിന്റെ പേരാണ് ക്യാച്ച് ബോക്സ്. തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷമായി. പക്ഷെ ഒരു 6 മാസത്തിന്റെ ആയിട്ട് വെച്ചാൽ കുറച്ച് കാര്യമായിട്ടൊന്ന് വീഡിയോ ഇട്ട് തുടങ്ങി. 10 വർഷം നിർത്താതെ ചെയ്യുന്ന ഒരാളാണല്ലേ? നിർത്തിയാ ചെയ്തത്. ചാനലിന് ഒരൊറ്റ വേർഡിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തായിരിക്കും പറയാ? ചോദ്യം മാത്രം.
എന്റെ ചാനലിൽ ചോദ്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ. അവസരം നന്നായിട്ട് ഉപയോഗിക്കുക. നല്ലൊരു നോളജ് ഷെയറിംഗ് സെഷൻ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകാൻ പോവുകയാണ്. ഫ്രണ്ട് ബെഞ്ചേഴ്സിന് മാത്രമേ എനർജി ഉള്ളൂ. ബാക്ക് ബെഞ്ചേഴ്സ് ഒന്ന് എനർജി അടിച്ചേ. എന്നെ അറിയാത്തവർക്ക് എന്റെ പേര് അതുൽ. ഞാൻ യൂട്യൂബിന്റെ പാർട്ണർ മാനേജറാണ്. ആൻഡ് അടുത്ത അരമണിക്കൂർ ഞാൻ യൂട്യൂബിനെ പറ്റി സംസാരിക്കും. 24 ആയപ്പോഴത്തേക്കും ബിജു യൂട്യൂബിന്റെ സിഇഒയുടെ കയ്യിൽ നിന്ന് 50 മില്യന്റെ സ്പെഷ്യൽ പ്ലേ ബട്ടൺ കഴിഞ്ഞ ആഴ്ച വന്നിട്ടേ ഉള്ളൂ. ഞാനപ്പോ നിങ്ങൾ എല്ലാവരും നല്ല കൈയടി കൊടുക്കുകയാണെങ്കിൽ ഞാനിപ്പോ ബിജുവിനെ ഇൻവൈറ്റ് ചെയ്യണം. ബിജു എല്ലാരും നോക്കിക്കോ, എനിക്ക് എന്തോരെയാന്ന് എന്താ പറയണ്ടേ. എല്ലാരോടും എല്ലാരും കണ്ടതിൽ ഭയങ്കര സന്തോഷം. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടൊരു സ്റ്റോറിയാണ് ആക്ച്വലി. പാൻഡമിക്കില് നമ്മുടെ കൊറോണ വരുന്നത് വരെ ബിജു ഒരു ബസ്സിലെ ഡ്രൈവറായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബിജുവിന് പാൻഡമിക്കില് ജോലി നഷ്ടപ്പെടുകയും പിന്നെ എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പഴയ ഒരു നാടകമോഹം ബിജുവിന് വരുന്നത്, തിരിച്ചു വരുന്നത്. അങ്ങനെയാണ് ബിജു യൂട്യൂബ് ജേർണി തുടങ്ങുന്നത്. ആദ്യത്തെ 2021 അല്ലേ, 2021 ബിജു 50 എത്തിയിരിക്കുകയാണ് ബിജു. കഴിഞ്ഞ ആഴ്ച ബിജുവിന് യൂട്യൂബ് സിഇഒ ഞാനും ബിജുവും കണ്ടിരുന്നു. ഞങ്ങൾ ഇരുന്നു സംസാരിച്ചു. ബിജുവിന്റെ കഥ പറഞ്ഞു. ബിജുവിന്റെ ഒരു വലിയ മനസ്സെന്താന്ന് പറഞ്ഞാൽ ബിജുവിന്റെ കാര്യം മാത്രമല്ല പുള്ളിക്കാരന്റെ അടുത്ത് പറഞ്ഞത്. ബിജു സംസാരിക്കുമ്പോൾ കേരളത്തിലെ ഓരോ ക്രിയേറ്റേഴ്സിനെ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടുത്തെ പല ക്രിയേറ്റേഴ്സും ആദ്യത്തെ ഒരു മാസം 2 മാസം 3 മാസം വ്യൂസ് കിട്ടിയില്ലെങ്കിൽ അത് നിർത്തും, അല്ലെങ്കിൽ വ്യൂസ് ഇല്ലെന്ന് കംപ്ലൈന്റ് ചെയ്യും, വിഷമിക്കും. പക്ഷെ ഈ മനുഷ്യൻ ഏകദേശം 1 വർഷത്തോളം എടുത്തു സീറോയിൽ നിന്ന് 6 മാസം എടുത്ത് 0 നിന്ന് 100K. പക്ഷെ അവിടെയാണ് ആ 100K നിന്ന് 1 മില്യൺ ആവാൻ പിന്നെ വീണ്ടും ഒരു 6 മാസം എടുക്കും. ആ 1 മില്യണിൽ നിന്ന് 10 മില്യൺ ആവാൻ 1 വർഷം എടുക്കും. ആ 10 മില്യണിൽ നിന്ന് 50 മില്യൺ ആവാൻ വീണ്ടും 1 വർഷം എടുക്കും. അത് ഇദ്ദേഹത്തിന്റെ കൺസിസ്റ്റൻസി, അദ്ദേഹം നാട്ടിലെ ബസ്സിൽ ഡ്രൈവറാണ്. ഞാനിപ്പോൾ മത്സരത്തിലുണ്ട്. അപ്പോൾ അറിയില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചാനലിലോട്ട് നമ്മുടെ നാട്ടിലങ്ങനെ യൂട്യൂബൊന്നും അങ്ങനെ ആരും ഉപയോഗിക്കില്ല. അങ്ങനെ നമ്മളെ സുഹൃത്ത് ഫോൺ വാങ്ങി തന്നിട്ട് ഞാനതൊരു വീഡിയോ ലോക്ക്ഡൗൺ സമയത്തായിരുന്നു. അപ്പം തുടങ്ങാന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നവരെ അതിപ്പുറം വിളിച്ചോണ്ടാണ്. ഞാനിപ്പോൾ എവിടെയൊന്നും പുള്ളി വിളിച്ചാൽ ഞാൻ പോകും. പുള്ളിന്ന് നമ്മൾ രാത്രി ബന്ധമാക്കി നമ്മളെ അങ്ങനെ. അപ്പോൾ പിന്നെ എനിക്ക് എല്ലാവരോടും പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു നാളെ നമ്മളെ സമയം വരും. ആ സമയത്ത് നമ്മൾ നല്ല എല്ലാം പൊന്തി വരും. സമയത്ത് ഏറ്റവും ടോപ്പുള്ള വീഡിയോ നമ്മൾ ഏത് വീഡിയോ ആണോ ആൾക്കാരുടെ മുന്നിലേക്ക് എത്തുന്നവർക്കും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മളൊരു ബോറായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും, നമുക്ക് അത്ര വലിയ നമ്മൾ പ്ലാനിങ് ഒന്നും ഇല്ലാത്തവർക്ക് ഒരു വീഡിയോ ആയിരിക്കും ഒരാൾക്ക് എത്തുക. പക്ഷെ പിന്നെ അവർ നമ്മളെ വീഡിയോ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് മാക്സിമം എല്ലാ വീഡിയോയിലും തന്നെ നന്നായിട്ട് തന്നെ ചെയ്യാൻ ട്രൈ ചെയ്യുക. like, share and subscribe. ലഞ്ചൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ പോകാൻ നോക്കുന്നേരം ഞങ്ങൾക്കൊരു ഗിഫ്റ്റൊക്കെ കിട്ടി. പൊന്നുശതൊക്കെ മേടിച്ച് സന്തോഷത്തോടെ ഇറങ്ങി വരികയാണ്. ഒരു രക്ഷയില്ല, കിടിലം പരിപാടിയായിരുന്നു. ഒരുപാട് ക്രിയേറ്റേഴ്സിൻ്റെ ഓടൊപ്പം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു നല്ലൊരു അവസരമായിരുന്നു. ഒരുപാട് അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു.
നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾ ഒരിക്കലും ഇത് മിസ് ചെയ്യാൻ പാടില്ല. അടിച്ച് പൊളിച്ച് ആഘോഷിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഇവൻ്റ് ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ടാറ്റാ ബൈ ബൈ.